പാനപാത്രം. രചന യച്ചൂരാൻ. തോമാച്ചൻ ശവക്കോട്ടയുടെ ഗേറ്റ് വലിച്ചടച്ചു. ഒരു മ്ലാനത അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. കീഴാറ്റൂർ പള്ളിവക ശവക്കോട്ടയിൽ അദ്ദേഹം കാത്തുസൂക്ഷിപ്പുകാരനായിട്ട് കാലം കുറെ കടന്നുപോയിരിക്കുന്നു. ഇതിനിടയിൽ നൂറുകണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ കൈകളാൽ മണ്ണിനടിയിൽ അന്ത്യവിശ്രമം കൊണ്ടു. ആശ്രിതർ ഇല്ലാത്തവർ, സാധാരണക്കാർ, പണക്കൊഴുപ്പിൽ സർവം മറന്ന് ജീവിച്ചവരും, അങ്ങനെ പട്ടിക നീണ്ടുപോകുന്നു. കാലത്തിന്റെ മാറ്റങ്ങളെല്ലാം നിശബ്ദനായ അയാൾ ആ ശവക്കോട്ടയിലും കണ്ടുനിന്നു. മനുഷ്യൻ അതിർത്തി നിർവചിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ആ ശവക്കോട്ടയുടെ ചുറ്റും ശീമക്കൊന്നയാൽ ഒരു അതിർത്തി നിർമ്മിക്കപ്പെട്ടു. പിന്നെ ശാന്തമായി ഉറങ്ങുന്ന ആത്മാക്കളുടെ തലഭാഗത്ത് മരത്തിൽ നിർമ്മിതമായൊരു കുരിശും. പിന്നെയും സമയക്രമം തിരിഞ്ഞുകൊണ്ടിരുന്നു. ശീമക്കൊന്നകൾ ഇഷ്ടിക ചുവരുകൾക്ക് വഴിമാറി. ശവക്കോട്ടയുള്ളിലെ ആത്മാക്കൾക്ക് ഒരു രക്ഷാകവചം ആവശ്യമുണ്ടോ? അയാൾ ചിന്തിച്ചിരുന്നു. ഇല്ല. എന്നിരുന്നാലും മണ്ണിന്റെ വില മരിച്ച മനുഷ്യരിലും ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ ആ മനുഷ്യനെ അലോസരപ്പെടുത്തിയ വിഷയം അടക്കിയ ശരീരത്തിന് മുകളിൽ മാർബിളിൽ തീർത്ത ശവകുടീരങ്ങളായിരുന്നു. കൂടാതെ വിലാസം നഷ്ടപ്പെട്ട മരിച്ച മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ചെറു ലിഖിതവും. മരിച്ച മനുഷ്യ ശരീരത്തിൽ ഒരു ഭാരമായിട്ടാണ് തോമാച്ചൻ ആ മാർബിൾ കുടീരങ്ങളെ കണ്ടിരുന്നത്. 2 ശരീരങ്ങളായിരുന്നു അന്നവിടെ അടക്കം ചെയ്തത്. കീഴാറ്റൂരിൽ കൊടികുത്തി വാണ ഇളങ്കാട് കുടുംബത്തിലെ വലിയ മുതലാളിയാണ് ഒരാൾ. വലിയ തേക്ക് തടിയിൽ തീർത്ത ശവമഞ്ചത്തിൽ പൂക്കൾക്കിടയിൽ വലിയ മുതലാളി അന്ത്യനിദ്ര കൊണ്ടു. സുഗന്ധദ്രവ്യങ്ങളുടെ മണം അടയ്ക്കുന്നതിന് ശേഷം പോലും അവിടെ എങ്ങും നിറഞ്ഞു നിന്നിരുന്നു. ഒരു വലിയ ജനക്കൂട്ടം അവസാനമായി അയാളെ ഒന്ന് കാണുവാൻ അവിടെ തിക്കും തിരക്കും കൂട്ടി. അന്ന് അടക്കം ചെയ്യപ്പെട്ട രണ്ടാമത്തെയാൾ ആ ദേശത്തെ ഒരറിയപ്പെടുന്ന വേശ്യയായിരുന്നു. ആ വേശ്യയെ അടക്കിയത് പള്ളിയുടെ തന്നെ തെമ്മാടിപ്പറമ്പിലായിരുന്നു. ബഹളങ്ങളോ ആരവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പൂക്കൾ വയ്ക്കുവാനോ ചന്ദനത്തിരി കത്തിക്കുവാനോ ആരും മെനക്കെട്ടില്ല. തോമാച്ചൻ ഒരു കുഴി കുത്തി അതിലേക്കിട്ടു. മറ്റൊന്നും നോക്കാതെ കുറെ മണ്ണ് വാരിക്കൂട്ടി. ഒരു വേശ്യയ്ക്ക് എന്ത് ആചാരം! എന്നാൽ ഒരു ശവമടക്കിന് ശേഷവും തോന്നാത്ത ഒരു മ്ലാനത തോമാച്ചനെ ബാധിച്ചിരിക്കുന്നു. നാളിതുവരെ തോമാച്ചന് കുഴിവെട്ടി ശരീരമടക്കുമ്പോൾ ഒരു ദുഃഖവും തോന്നിയിട്ടില്ല. സ്വന്തം അപ്പന്റെ കുഴി പോലും ഒറ്റയ്ക്ക് വെട്ടി അതാഴത്ത് അന്ന് മറവ് ചെയ്തപ്പോൾ പോലും ഒരു തുള്ളി കണ്ണീര് ആ കണ്ണിൽ നിന്ന് ഇറ്റിറ്റ് വീഴുകയുണ്ടായിരുന്നില്ല. ഇതെല്ലാം ജോലിയുടെ ഭാഗം. മരിച്ച 2 ആളുകളുമായി തോമാച്ചന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തോ ഒന്ന് ആ ഹൃദയത്തിൽ കുരുത്തിരുന്നു. കാറ്റിൽ പരസ്പരം ഉരഞ്ഞ് കിർ എന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന കാറ്റാടി മരം അന്ന് ആദ്യമായി അയാൾക്ക് അലവസരമുണ്ടാക്കി. ആ ശബ്ദത്തിൽ ഒരു ഭയം അയാൾക്ക് നിഴലിച്ചു വന്നു. അയാൾ ഗേറ്റ് അടച്ച് വീട്ടിലേക്ക് വലിച്ചു നടന്നു. അന്ന് അയാൾ ഒരു സ്വപ്നം കണ്ടു. മണ്ണിനടിയിൽ മുതലാളിയും വേശ്യയും ഇപ്പോൾ അടുത്താണ് കിടക്കുന്നത്. ആ ശരീരങ്ങളിൽ വെളുത്തതും കറുത്തതുമായ 2 പുഴുക്കൾ ഇഴഞ്ഞുകൊണ്ടിരുന്നു. വെളുത്ത പുഴു സംസാരം തുടങ്ങി. എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്തിൽ ഞാൻ താഴെപ്പെട്ടവനായത്? നിന്റെ നിറം, അതാണ് കാരണം. കറുത്ത പുഴു തുടർന്നു. വെളുപ്പ് അശുദ്ധിയുടെ നിറമാണ്, പാപത്തിന്റെ നിറം. കറുത്ത എന്റെ പുറകിൽ നിൽക്കുവാനാണ് നിന്റെ വിധി. എന്നാൽ മനുഷ്യകുലത്തിൽ തിരിച്ചാണ്. അവർക്ക് ഭ്രാന്താണ്. വർണ്ണമില്ലാത്തൊരു വർണ്ണം ശ്രേഷ്ഠമത്രേ. വെളുത്ത പുഴു ചോദിച്ചു. അവരല്ലേ ഈ ജന്തുകുലത്തിൽ ഉയർന്നവർ? അപ്പോൾ അവരുടെ ചിന്താഗതിയും ഉയർന്നതാവണമല്ലോ. കറുത്ത പുഴു തുടർന്നു. അവർ ബുദ്ധിശൂന്യർ, കാലിൽ ചങ്ങല കെട്ടി ഓടുന്നവർ, ഓടി ഓടി തളർന്നു വീഴുന്നതോ മരണമെന്ന പടുകുഴിയിൽ. അവന്റെ ശരീരം അവൻ ജീവിതകാലം മുഴുവൻ ശ്രേഷ്ഠമായി കരുതുന്നു. സുഗന്ധലേപങ്ങൾ പൂശിയ ആ ശരീരത്തെ അവൻ ആരാധിക്കുന്നു. ധനസമാഹരണത്തിനായി ഓടിത്തളർന്നു. അവന്റെ ധനം അവൻ തന്നെ കൊല്ലുകളാൽ മൂടാൻ മാത്രം ഉപകരിക്കുന്നു. സമ്പാദിച്ചത് ജീവിക്കാതെ മറ്റൊരു തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഈ ശരീരം ഭൂമിയിലെ ഒരു മുതലാളിയുടെയായിരുന്നു. അവൻ ആഹാരത്തിനായി ആരുടെയും മുന്നിൽ ഇരുന്നിട്ടില്ല. ശരീരത്തിന്റെ സുഖത്തിനു വേണ്ടി, കാമത്തിനു വേണ്ടി അവൻ പണം മുടക്കി. മറ്റാണുങ്ങൾ അതവന്റെ ആണത്വം എന്ന് മുദ്രകുത്തി. സമൂഹത്തിൽ അവൻ അഭിമന്നതനായി. ആഢ്യത്വവും ആണത്വവും ആഘോഷിക്കപ്പെട്ടു. എന്നാൽ വിശപ്പിന്റെ വെളിയിൽ ശരീരം വിറ്റ പെണ്ണാണ് വേശ്യ.
അവളുടെ ശരീരമാണ് ആഘോഷിക്കപ്പെട്ടത്. രാത്രിയിൽ കാമവെറി പൂണ്ട ആ ശരീരം അപഹരിച്ചവർ പകലിൽ കാർക്കിച്ചു തുപ്പി. അവളുടെ ശരീരത്തിൽ കാമത്തിന്റെ വെളിച്ചം മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. മനുഷ്യൻ മറക്കുന്നു ശരീരം അതീ ഭൂമിക്ക് സ്വന്തമെന്ന്. നമ്മൾക്ക് നമ്മുടെ പണി തുടങ്ങാം. ആദ്യമായി നീ ആ ശരീരത്തിലെ ഹൃദയം ഭക്ഷിക്കൂ. മനുഷ്യന്റെ കപടം നിറഞ്ഞ സ്നേഹം ആ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത്. കള്ളത്തരത്തിന്റെ പാനമാത്രം അത് തന്നെ ആദ്യം കഴിക്കൂ. തോമാച്ചൻ ചാടി എഴുന്നേറ്റു. വിയർപ്പ് സൃഷ്ടിച്ച ഒരു ചെറു കുളത്തിൽ നിന്ന് അയാൾ ധൃതി പിടിച്ച് പ്രേതങ്ങൾ ഉറങ്ങുന്ന ആ ശവക്കോട്ടയിലേക്ക് നടന്നു. പിറ്റേ ദിവസം കിടാറ്റൂർ ഉറക്കമുണർന്നത് തോമാച്ചൻ ശവക്കോട്ടയിലെ കാറ്റാടി മരത്തിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്ത കേട്ടാണ്. അയാളുടെ ഷർട്ടിന്റെ പോക്കറ്റിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. എനിക്കൊരു ഉത്തരം കിട്ടി. ആഢ്യത്വത്തിന്റെ മറവിൽ ഈ ഭൂമിയിൽ, ഈ പുണ്യഭൂമിയിൽ ഞാൻ അടക്കിയ അവരെല്ലാം അത് അർഹിക്കുന്നുണ്ടോ? തെമ്മാടിപ്പറമ്പിൽ ഒടുങ്ങിയവരിൽ ചിലർ ഈ പുണ്യഭൂമി അർഹിക്കുന്നില്ലേ? എൻ്റെ ഈ ശരീരവും ഭൂമിക്ക് സ്വന്തമാണ്. എൻ്റെ കള്ളത്തരത്തിന്റെ പാനപാത്രം ഒരു പുഴുക്കൾക്കും വിട്ടുകൊടുക്കരുത്. തെമ്മാടിപ്പറമ്പിലെ വേശ്യയുടെ ശരീരം അടക്കിയ മണ്ണുകൂനയിൽ അപ്പോഴും വാടാതെ ഒരു ചുവന്ന പനിനീർ പുഷ്പമുണ്ടായിരുന്നു.